അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്താൽ ഇന്ന് മെയ് 23-ാം തീയതിയായ വെള്ളിയാഴ്ച യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുമായി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ കഴുത്തിടറാതെ മുന്നോട്ട് പോകാൻ കർത്താവ് നിന്നെ താങ്ങട്ടെ. അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അളിച്ചത് കർത്താവിൻ്റെ വചനത്തിലെ ആ ആശ്വാസ വചനത്തിലെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവവേദലെ നീ മുന്നേറുക. നിൻ്റെ ഇടത്തും വലത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും വാഗ്ദാനപ്രകാരം നിന്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേയും സഞ്ചരിക്കട്ടെ. അമ്മ പരിശുദ്ധ ദേവമാതാവ് കനായിലെ കല്യാണ കുടുംബത്തിൽ എന്നതുപോലെ നിന്റെ അവശതകളും പോരായ്മകളും ഇല്ലകളും നീ അറിയുന്ന മുമ്പ് തന്നെ അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. എല്ലാ മലാഖമാരും വിശുദ്ധന്മാരും രക്തസാക്ഷികൾ നീ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവതിരുസന്നിധിയിൽ ആദരണീയമാകുന്നതിന് വേണ്ടിയും അത് സ്വീകാര്യമാകുന്നതിന് വേണ്ടിയും കർത്താവ് എൻ്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ.
നീ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് നീ ശുപാർശ ചെയ്യുന്നത്, അവരെ കർത്താവ് ആശീർവദിക്കട്ടെ. നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പകരം നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവദൃശ്യം വിലയുള്ളതാകുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്തുകൊണ്ട് നിന്റെ സ്വർഗീയമായ ആധ്യാത്മികമായ ആസ്തി പദ്ധതികൾ ഉറപ്പിക്കുവാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിന്റെ അധ്വാന ശേഷികൾ വർദ്ധിക്കുകയും അധ്വാന ഫലങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നീ എന്ത് ആഗ്രഹിക്കുന്നുവോ ഈ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങൾ, ആഗ്രഹിക്കുന്ന വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ തൽക്ഷണം മാതാവിൻ്റെ മധ്യസ്ഥ പ്രാപിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ഇടപെടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവെ, ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ യാത്രാ വഴികൾ, യാത്രാ ലക്ഷ്യങ്ങൾ എല്ലാം അതിൻ്റെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ്, രാവിലെ അങ്ങയുടെ തിരുസന്നിധിയിൽ തിരിച്ചണയുന്ന കാലത്തെ വഴിവെക്കലെല്ലാം നിന്നെ കണ്ടുമുട്ടിയതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലോർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഈ ദൈവപൈതലിനെ കർത്താവ് മുദ്ര അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അടിക്കടി നിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും അടിക്കടി നിൻ്റെ ദൈവസ്നേഹം വർദ്ധിക്കുകയും നീ ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷ്യം വഹിക്കാൻ നിനക്ക് ഭാരമില്ലാതൊരു സാക്ഷ്യം വഹിക്കുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം നിന്നെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വീശ്വരെ നയിക്കുവാമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിലെ നമ്മുടെ ഡെയിലി ബ്രെഡ്, അനുദിന ആത്മമന്ന എന്നീ ശുശ്രൂഷയുടെ തുടങ്ങാനുള്ള കാരണം ഉടമ്പടി എടുത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഉടമ്പടി എടുത്തവർ ചിലർ രാവിലെ ഒരു പ്രാർത്ഥന അച്ഛനുമായിട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് ആശിക്കുന്ന പോലുള്ള സാക്ഷ്യങ്ങൾ പറയും. നമുക്ക് നേരത്തെ അങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ട് മധ്യസ്ഥ പ്രാർത്ഥന സ്വരം ആയിട്ട് കേൾക്കണത്. അപ്പോൾ അത് അല്ലാതെ അച്ഛൻ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം പണ്ട് കോവിഡ് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. ആ അനുഭവങ്ങളെ വെളിച്ചത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഡെയിലി ബ്രെഡ് തുടങ്ങാൻ കാര്യം. കോവിഡ് കാലത്ത് ഓൺലൈനിൽ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് തന്നെ ഇത്. അപ്പം അത് ആൾക്കാർക്ക് എല്ലാ ആശ്വാസവും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും, അതുകൊണ്ട് ഇതിത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്, എന്നാലും ഞാനത് ചെയ്യണതിൻ്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഒന്നില്ലേ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇതെല്ലാം ഞാൻ ചെയ്യണതാണ്. നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോ ഒരു ശാസ്ത്രം കിട്ടാത്ത ഒരൊറ്റ ഉടമ്പടി ധ്യാനം പോലും ഉണ്ടാകത്തില്ല. എന്തെങ്കിലുമൊക്കെ അച്ഛൻ നിങ്ങൾ വഴക്ക് പറയും. അത് കാര്യം ഇത് അത് സുവിശേഷത്തിൽ അങ്ങനെ ശാസിക്കേണ്ടതാണ്. അതായത് ഇടയൻ ആടുകളെ നയിക്കുമ്പോൾ ചിലരിങ്ങനെ അപഭ്രംശം സംഭവിക്കത്തില്ലേ. അപ്പോൾ ഒരു കൊട്ടുമുട്ടൊക്കെ കൊടുത്തിട്ടാണ് നേരെ ആക്കി വെക്കണത്. അപ്പം അതുപോലെ ശാസന കിട്ടും. പിന്നെ എന്താണ് ബോധ്യം. അപ്പോൾ ഞാനെപ്പോഴും കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ജനങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ബോധ്യം കിട്ടണമെന്ന്. പണ്ടേ ഞാൻ സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. ഞാൻ സെമിനാരിൽ നിന്ന് ഫ്രഷ് ഹാൻഡായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ 3 കൊല്ലമൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊന്നും മനസ്സിലാടെന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ ഓവർ തിയോളജിക്കലും ഓവർ ഫിലോസഫിക്കലുമാണ്. അങ്ങനെയായിട്ടാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ജീവിതമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അച്ഛൻ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. സിമ്പിളായിട്ടുള്ള ലളിതമായ രീതിയിൽ കർത്താവെ ജനങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന്. ഇന്നത്തെ ശൈലി അതിനേക്കാൾ മാറി. ഇന്ന് വചനത്തിൻ്റെ പൊരുളുകൾ ജീവിതത്തിൻ്റെ ബന്ധിയായിട്ട് ലിങ്ക് ചെയ്ത് അവതരിപ്പിക്കാൻ കർത്താവ് ഒരു പ്രത്യേക അഭിഷേകം തന്നു. അത് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷിയൊക്കെ പറഞ്ഞിരുന്നു. കാര്യം അത് കേൾക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലെ ബോധ്യങ്ങൾ കിട്ടുമെന്ന്. അത് ഈ 2 തിമോത്തി 4 വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതായത് അല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഇതിന് 2 മാർക്കാണുള്ളത്. 2 തരം മാർക്കുണ്ട്.
ജാഗ്രത വേണം, ജാഗരൂകത വേണം. പക്ഷെ അതേസമയം തന്നെ സാഹചര്യം ഒക്കുമ്പോൾ മാത്രം വചനം പ്രഘോഷിക്കാനുള്ളതല്ല. പ്രാർത്ഥന അങ്ങനെയാണ്, അതൊരു അപ്പോസ്തലിക നിലപാടാണ്. അതായത് ഇപ്പം സാഹചര്യം പ്രതികൂലമാണ് എങ്കിൽ അങ്ങനെ എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഒരു എബോവ് ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ഉള്ളത്. അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ക്ലാസ് മാർക്ക് കിട്ടും നമുക്ക് 60 മാർക്ക്, അതാണ് വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് സമയത്ത് ആഹാരം കിട്ടുന്നുണ്ട്, നമുക്ക് രോഗങ്ങളൊന്നുമില്ല, കടങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ ഹാപ്പിയാണ്, ഫീൽ ഫ്രീ ആണ്. അപ്പോൾ ദൈവത്തിന് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 60% ഉള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണേ. പക്ഷെ നമ്മുടെ സാഹചര്യം പ്രതികൂലമാണ്. എന്താണ്, നമുക്ക് രോഗമുണ്ട്, ശരീരം മേലനങ്ങണില്ല, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വിശപ്പുണ്ട്, അതിന് തൽക്കാലത്തേക്ക് മാർഗം കാണുന്നില്ല. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ആണ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ 80% എബോവ് മാർക്കിങ്സ് വരും. പക്ഷേ ബുദ്ധിയുള്ളവർ, കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നു, ഈ ഉടമ്പടി ജീവിതം ബുദ്ധിയുള്ളവരുടെ ജീവിതമാണെന്ന് പറയും. ആസ് എ ലൈഫ് ഓഫ് ഇൻ്റലക്ട്. എന്താ കാര്യം, ആ ഷെയറിന് അടുത്ത ഏത് ഷെയറാണ് അടുത്ത മാർക്കറ്റിൽ വില കൂടാൻ കഴിവുള്ളതെന്ന് ചിലർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരത് വില കുറച്ചപ്പോൾ വാങ്ങിച്ചു വെക്കും. ഇപ്പം നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ വേദന, രോഗം, മറ്റുള്ളവരുടെ വഴക്ക്, അതുപോലെ തന്നെ വീട്ടിലെ ഭിന്നതകളൊക്കെ ഉള്ള സമയത്ത് അത് നമ്മളിതിനെ ബാധിക്കാതെ നമ്മൾ നമ്മുടെ ജോലി ശുശ്രൂഷയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിന് മാർക്ക് കൂടും. എന്താ കാര്യം, അത് ഭയങ്കര പ്രാർത്ഥിക്കാൻ പാടുള്ള സമയമാണ്. അപ്പം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിന് നല്ല ദൈവസന്നിധിയിൽ മഹത്വം വർദ്ധിക്കും. അങ്ങനെയാണ് എൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുന്നത്. അപ്പം അതുകൊണ്ട് നീ ഒരു വളരെ മോശം കാലാവസ്ഥയിൽ നല്ലവണ്ണം വർക്ക് ചെയ്യണതാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? മോശം കാലാവസ്ഥയിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഇപ്പം മോശം കാലാവസ്ഥയാണ്. എന്താ കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാറ്റും മഴയുമാണ്. അപ്പോൾ ഒഴുക്കും ഉണ്ടാകും ശക്തമായിട്ട്. അപ്പോൾ വള്ളം എത്ര തുഴഞ്ഞാലും 7 കടലൊക്കെ ഒടിഞ്ഞ് വീണ കാണാം. എന്നിട്ടാണ് പിന്നെ കടൽ താറിയിട്ട് നിരപ്പ് കിട്ടുന്നത്. ചിലപ്പോൾ കമന്നും പോകും. ആ സമയത്ത് നമുക്ക് അതായത് 1 by 1 ആയിട്ട് ഒരു കണക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരയെന്ന് വള്ളം കമലണത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇതുപോലുള്ള ഒരു സമയമാണ് നിനക്കെന്ന് വിചാരിച്ചോ. വഴക്കുണ്ട്, കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ എല്ലാം പറഞ്ഞിരിക്കുന്നു, കുടുംബത്തിൽ വീട്ടിൽ സാമ്പത്തിക ബാധ്യത കാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠനമുണ്ട്, അവരുടെ പരീക്ഷ, അവരുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചിലവുണ്ട്. അപ്പം നീ ഇങ്ങനെ എവിടെ പായുമെന്നറിയാൻ പോലെ നിൽക്കുന്ന സമയമാണെങ്കിലും ഈ സമയത്ത് നിനക്ക് നമ്മൾ ഒരു സ്വർഗസ്വനായ പിതാവിന് 1 കോടി രൂപയുടെ അത്രയും വിലയുള്ള സമയമാണിത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അയ്യോ എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടല്ലോ, എന്നിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ദൈവത്തെ ഒപ്പ് ജീവിച്ചിട്ടും എനിക്ക് കഷ്ടപ്പാടാണല്ലോ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഇൻഡയറക്റ്റ് അല്ല ഇഡിയറ്റ്സ് അല്ലേ അവർ പ്രെയർ ചെയ്യാതിരിക്കും. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് പ്രെയർ. അപ്പോൾ എല്ലായ്പ്പോഴും ഓർക്കണം, ജീവിതം പ്രശ്നത്തിലിരിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും നമ്മുടെ തന്നെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങൾ അതൊന്നും നോക്കാതെ കണ്ണുടച്ച് പ്രാർത്ഥനാ ജീവിതത്തിലെ സുവിശേഷ സാക്ഷ്യ ജീവിതത്തിലെ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകണം. എന്നിട്ട് എന്ത് ചെയ്താൽ ഈശോ ഇത് ഒരു സമയമാകുമ്പോൾ ഈശോ ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയമുണ്ട്. അത് ഭയങ്കര രസമാണ്. ചെറിയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റാകണ കാണാം. അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക. സാഹചര്യം പ്രതികൂലമാണെങ്കിൽ തന്നെ നിൻ്റെ ആധ്യാത്മിക ജീവിതം നീ ഒരു അല്പം പോലും തടസ്സമില്ല മുന്നോട്ട് കൊണ്ടുപോവുക. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ദൈവം തോക്കണ എവിടെയാണെന്ന് അറിയാമോ? ഈ ധൂർത്തപുത്രൻ്റെ കഥയിലാണ്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ വഴിക്കണ്ണിട്ട് വാതിലും തുറന്നിട്ട് എത്ര കൊല്ലങ്ങളാ അപ്പൻ ഈ മനുഷ്യനെ കണ്ണിൽ വിളക്കം വെച്ച് കാത്തിരുന്നതാ. അവൻ വന്നപ്പോൾ ഓരോ പ്രാന്തന്മാർ പോകുമ്പോഴും ഓരോ വഴിയാത്രക്കാർ പോകുമ്പോഴും ഇങ്ങനെ അപ്പനെ ഇളകി നോക്കും. എൻ്റെ മകനാണോ
ഇന്നല്ലെങ്കിൽ നാളെ വരും അവൻ എന്ന് അപ്പൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഞാനും നീയും ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ വേണ്ടി വരും എന്നൊരു കാത്തിരിപ്പാണ് ദൈവം. ശ്രുതികടേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം എന്നെ പിരിഞ്ഞപ്പോ ആനന്ദമില്ലാതലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ വന്നപ്പോഴെന്നാ ചെയ്തത്? ഈ അപ്പൻ വയസ്സും പ്രായമായിരിക്കുന്ന ആള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു. അവൻ പറഞ്ഞു തരണം. അവൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നതാണ്. അവൻ്റെ വാ പൊത്തണ പോലെ അപ്പം കുറേ കാര്യം പറഞ്ഞു. ഇവനെ കൊണ്ട് കുളിപ്പിക്കൂ, ഇവന് നല്ല വസ്ത്രം അണിയൂ, ഇവന് ചെരുപ്പണിയോ, ഇവന് മോതിരമണിയൂ. അപ്പം അവൻ്റെ മനസ്സ് ഇടിച്ചിടിച്ച് പറഞ്ഞു, അപ്പാ ഞാൻ അപ്പൻ്റെ മകൻ്റെ പേരിനെ പോലെ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ ഇവന് ഉള്ളിൽ പറയുന്നുണ്ട്. അത് പറയണത് സ്വരത്തിൽ പറഞ്ഞ അപ്പന് സങ്കടമായതുകൊണ്ട് അവനെ സ്വരത്തിൽ പറയിപ്പിക്കത്തില്ല അപ്പൻ. എന്നിട്ട് പറയും, നീ എൻ്റെ മകനാണ് എന്ന് എന്നെ പറഞ്ഞു ഒരച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മോതിരം കൊടുക്കൂ, ചെരുപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ ചെരുപ്പ് ഇടാൻ പാടുള്ളത്. അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ മോതിരം ഇടാൻ പറ്റുള്ളൂ. ഒരു മകനാണോ അടിമയാണോ എന്നറിയണത് അവൻ്റെ കയ്യെ നോക്കിയിട്ടാണ് പറയണത്. മോതിരം ഒരു ആൺമകൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അവൻ മകനാണ്. അപ്പം ഞാൻ മകനല്ലപ്പാ, ഞാൻ എൻ്റെ മകനെൻ്റെ പേരിന് പറഞ്ഞ് ഞാൻ യോഗ്യനല്ലെന്നൊക്കെ ഇവൻ പറയാഞ്ഞുകൊണ്ടിരിക്കണമെങ്കിലും അതൊന്നും ആ സ്വരം പുറത്ത് കേൾപ്പിക്കാത്ത രീതിയിൽ അപ്പൻ്റെ സ്വരം അതിനേക്കാൾ വലിയ പ്രവൃത്തിയായിട്ട് മാറുകയാണ്. എന്താണ്? മോതിരം വിടുക, അവൻ്റെ കയ്യെ മോതിരം വിടുക, ഞാനൊന്ന് കാണട്ടെ, എൻ്റെ മകൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കണത് ഞാനൊന്ന് കാണട്ടെ. എത്ര കൊല്ലമായി ഈ കൈ ഞാൻ കണ്ടിട്ട്, മോതിരം ഇട്ട കൈ. എന്തൊരപ്പനാണിത്! ഈ അപ്പൻ്റെ കഥ പറയുന്നതാണ് കർത്താവ്. അപ്പൻ്റെ സ്നേഹം കാണിക്കണതാണ് കുരിശ്. കർത്താവേ, നിന്റെ സ്നേഹം ഓർത്തിട്ട് എന്നിൽ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട്ടെ ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. സ്വന്തമാക്കിയത് നന്ദി പറയുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും. മോതിരവും വിട്ട് ചെരുപ്പ് വിട്ട് നല്ല ഉടുപ്പ് വിട്ട് വന്നപ്പോൾ അപ്പനങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവിടെ നൃത്തം ചെയ്യുകയും വാദ്യഘോഷം നടക്കും മനുഷ്യരുടെ കൂടെ അപ്പനും അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. എത്ര കാലമായി ആ ചെവിടുകൾ, അപ്പൻ്റെ ചെവിടുകൾ നൃത്തച്ചെവിടുകളായിട്ട്. അപ്പനും മതിമറന്ന് നിൽക്കുമ്പോഴാണ് വേറെ ഒരുത്തം വരുന്നുണ്ട് അവിടെ. അത് ഒരു മകനാണ്, അപ്പനെ സ്നേഹിച്ച മകൻ, അപ്പൻ്റെ കൂടെ ജീവിച്ച മകൻ, കുടുംബത്തിന് വേണ്ടി സ്വയമായിട്ട് സമർപ്പിച്ച മകൻ, മൂത്ത മകൻ. അവൻ വരുമ്പോൾ ഇവിടെ ഒരിക്കലും ഇല്ലാത്ത വാദ്യാഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ഒരുത്തനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ? അപ്പോൾ ഇന്ന് അറിഞ്ഞില്ലേ, നിൻ്റെ അനുജൻ വന്നു. അപ്പോൾ ഇടിപെട്ടുകൊണ്ട പോലെ ഇവൻ്റെ മുഖം കറുത്തുപോയി. അപ്പോഴപ്പനും വിരിമാറ്റി നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കണേ തൻ്റെ മകൻ. അവനിനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നിയപ്പോൾ അവനെയും പിടിക്കാൻ അപ്പൻ ചാടി പുറത്ത് വീഴും. അപ്പോഴാ മിണ്ടാതെ ഇങ്ങനെ കല്ല് പോലെ നിൽക്കും.
എന്നിട്ട് ചോദിക്കും, അപ്പാ എത്ര കാലം ഞാൻ അപ്പന് വേണ്ടി വേല ചെയ്തു, അപ്പനിവിടെ നൃത്തം ചെയ്തില്ല, അപ്പനോട് വാദ്യാഘോഷം ഉണ്ടാക്കിയില്ല, അവനെയും കാത്തപ്പൻ ഇരിക്കുകയായിരുന്നു. നമ്മുടെ സ്വത്തെല്ലാം അവൻ കൊണ്ടുപോയി നശിപ്പിച്ച് വേശകളുടെ കൂടെ. അപ്പനത് ഓർത്തില്ല. അപ്പോഴപ്പം പറയണ ഒരു വാക്കുണ്ട്, എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ എന്ന്. അതാണ് ഈശോ അതിൻ്റെ തുളിപ്പിച്ച് വെച്ച ഒരു ഡയലോഗ്. എന്താണ്? എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ. നീ പറഞ്ഞില്ല, ശരിയാണ്. നമ്മുടെ സ്വത്തെല്ലാം പോയി വേശികളിലൂടെ അവൻ ചിലവഴിച്ചു, അവനും കൊലം കെട്ടി ചാകാനായി. പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോഴേ ഞാനൊരു അപ്പനല്ലേ എന്നാണ് എന്ന് പറഞ്ഞ് അപ്പം മൂത്തവൻ അനീതിയൊന്നും ചെയ്തില്ല, അപ്പൻ്റെ കൂടെ നിന്നവനല്ലേ. അപ്പൻ അവനോട് പറഞ്ഞ്, എനിക്കുള്ളതൊക്കെ നിൻ്റെതാ, പക്ഷെ ഇവൻ മരിച്ചു പോയവനല്ലേ, അവൻ തിരിച്ചു വന്നില്ലേ, നമുക്ക് സന്തോഷിക്കണ്ടേ. അപ്പോൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവിനാണ് കർത്താവ് ക്രൂശിതനായി നമ്മുടെ മുമ്പിൽ ബലിയായി നിൽക്കുന്നത്. അതൊരു വിളിയാണ്, ബലിയൊരു വിളിയാണ്. കുരിശ് വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഈ സ്നേഹത്തിൻ്റെ കാലത്ത്, ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലമാണ് നോൻപ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നീയും ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയങ്ങളാണ്, അത് നമ്മുടെ വിഷയങ്ങളല്ല. വൺസ് യു റൈറ്റ് ഡൗൺ ആൻഡ് പുട്ട് ഇൻ ടു ദി ബോക്സ്, ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ്, നമ്മുടെ പ്രോബ്ലം അല്ല. നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മമാതാവിനെ മധ്യസ്ഥത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളിൽ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി? അത് ദൈവത്തിൻ്റെതായി. പിന്നെ എന്താണ് ആകണം? നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ. ഉടമ്പടി അതാണ്. നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു. അതാണ് സ്വർഗീയ പദ്ധതി. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്നാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 10,000 ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഉടമ്പടി എന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഉടമ്പടിയിൽ എപ്പോഴും വരുന്നൊരു വിഷയം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ? ആ ചേച്ചിക്ക് 6 കൊല്ലം മക്കളില്ല, അതല്ലേ ആദ്യം പറഞ്ഞത്. അതിനുശേഷമല്ലേ അച്ഛൻ ഈശോ നോൻപ് കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയത്. അത് ഞാൻ ചിന്തിച്ചോ ആലോചിച്ചതൊന്നുമല്ല. പിന്നീട് ഇപ്പോൾ വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നേരിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ്, എന്നെ ഉപകരണമാക്കിക്കൊണ്ട്. വീണ്ടും നമ്മൾ പഴയ വിഷയത്തിലേക്ക് വരികയാണ്. അതാണ് 6 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ചോദിച്ചു. ഇനി എനിക്ക് അത് മാത്രം എടുക്കാമല്ലോ, ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു. ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറഞ്ഞു. ഇനി അതുകൂടി ചെയ്യാനുള്ളൂ, അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ വല്ല കഥയുണ്ടാവും, സത്യമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവർ ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ, ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ഞാൻ ചെയ്യാൻ പോണ കറക്റ്റാണോ എന്ന് കർത്താവുണ്ട്. ആ ബന്ധമുള്ളതുകൊണ്ട്, ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട്, കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം, മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം, ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ, ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ
എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലേവ്യ പുസ്തകം കിട്ടും. ലേവ്യ പുസ്തകം അതായത് 26:9 ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലേവ്യ പുസ്തകം 26:9. അതിനകത്ത് സാക്ഷ്യത്തെ പറയുന്നുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട് സംഭവം? അവർ ചോദിച്ച മറുപടി പിന്നെ വരവ് കണ്ടല്ലേ, ഇടിവെട്ടായിട്ട് തിരിച്ചു വരുന്നത്. എന്താ ചോദിച്ചത്? ഞാൻ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ്. മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഈ യാത്ര ശുഭമാണോ? ഇതുകൊണ്ടല്ല വല്ല ഗുണമുണ്ടോ? ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവ് ചോദിച്ചിട്ടാണ് ഇവിടെ ബൈബിൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ലേവ്യ 29:26-9. എന്താ എഴുതിയിരിക്കണത്? ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും. ഞാൻ നിങ്ങൾ ഉടമ്പടി സംഭവിക്കണത് എന്താണ്? കടാക്ഷമാണ്. ഉടമ്പടി സംഭവിക്കണത് എന്താണ്? ദൈവകടാക്ഷം ഉണ്ടാവും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും പറഞ്ഞ് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. അപ്പോൾ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്നത്? അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക, ഉടമ്പടി ഉറച്ചെന്നാണ്. അതാണ് സ്ഥിരീകരണം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ആൾക്കാരെ പിടിക്കാനല്ല, ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത്. അതാണ് 16:20 മർക്കോസിന്റെ സുവിശേഷം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞേ, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കൽ എന്ന് പറയണത്. ലേവ്യ 26:10 പറഞ്ഞ എന്താണ്? ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും, ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും. പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത്? അടയാളം കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പോൾ അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇതിന് അധികം സമയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ. നിങ്ങൾ പിന്നെ കർത്താവിനെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം വന്നില്ല, കുട്ടി ഉണ്ടായില്ല, ജപ്തി മാറിയില്ല, അതും പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത്. കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഗുണാന്നിങ്ങനെ ചീവിട് പോലെ ചിലച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഉടമ്പടിയുടെ ഭാഗമല്ല. ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അതിന് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡാണ്. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാത്ത ഷോർട്ടണിങ് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി, നിങ്ങളെ കണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് എന്താണ് പേര്? അതായത് ജെസ്സി അജി, പത്തനംതിട്ടയിൽ നിന്ന് ജെസ്സി അജി അത് UAE വർക്ക് ചെയ്യണം. ഭാര്യയും ഭർത്താവും തമ്മിൽ 10 കൊല്ലം അവിടെ 15 കൊല്ലം അവരോട് വർക്ക് ചെയ്യണത്. ഇന്ന് വരെ മക്കളില്ല. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? 15 കൊല്ലമായെങ്കിലും വിഷയമില്ല, മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട്, അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരും. അത് അവരുടെ വിശ്വാസം അതാണ്. അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെങ്കിലും തരും. 15 കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് അതിരാജിനാണ്. 15 കൊല്ലം അവിടെ ജോലി ചെയ്യാൻ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്, കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല, മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും. ഈ പച്ച തിരിയതല്ലേ, പച്ച കാണിക്കണത് എന്താണ്? തളർത്തതാണ് ഉടമ്പടി. നിങ്ങളുടെ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു സ്വാഭാവികമാണ്, ബയോളജിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ. ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ്. പെട്ടെന്ന് ഇങ്ങനെ തളർക്കും, ഒരു കാരണമില്ലാതെ തളർക്കും. അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് 15 കൊല്ലം മക്കളില്ലാത്ത ഈ അജി വന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ചത്തേന് അവർ പ്രഗ്നൻ്റ് ആവും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കണത്? ഒരു കുഴപ്പമില്ല, അവർ പ്രസവിക്കും. ആ 10 പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത്?
ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഇത് ഉടമ്പടി മാത്രം നടക്കത്തുള്ളൂ ഈ സംഭവങ്ങളെ. നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല, ദൈവം തന്നെ അതിൻ്റെ കാരണം. ഇപ്പോൾ എന്തുമാത്രമായി, ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഗർഭകാലങ്ങൾ, ആനയുടെ ഗർഭകാലം 600 ദിവസം ഒരു ഇത് കണ്ടതാണ്. ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടപ്പോൾ ഇത് ഇതിന് എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം 660 ദിവസം. ഞാൻ പറഞ്ഞു ദൈവമേ, അപ്പോൾ ആന എത്ര 360 ദിവസമല്ലേ ഒരു വർഷം. അപ്പോൾ 1.25 വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും. അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ്? 440 ദിവസം. കുതിരയുടെ കാര്യം പോക്കാം. ഒട്ടകത്തിൻ്റെ ഗർഭകാലം 420 ദിവസം ഒട്ടകത്തിൻ്റെ. അങ്ങനെ വന്ന് നോക്കി മനുഷ്യൻ്റെതായപ്പോൾ 280 ദിവസം. അപ്പോൾ ഞാൻ ഭാഗ്യം, അമ്മച്ചിമാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ 600 ദിവസം എടുത്തേക്ക്. എന്നാലും 280 ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ? അപ്പോൾ 3 കൊച്ചുങ്ങൾക്ക് എത്ര ദിവസം വേണം? 28, 56, 56, 20, 76, 8, 76, 84. അപ്പോൾ 84, 840 ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ 3 കുഞ്ഞുങ്ങൾക്ക്. 3 കുഞ്ഞുങ്ങൾക്ക് 3 കൊല്ലമായിട്ട്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞാണിനെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും, 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അങ്ങനെ 4 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം. 6 കൊല്ലമാണ് ടൈം ഷോട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം 3 കുഞ്ഞിനാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ മക്കളെ, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. അതായത് ഉടമ്പടി മെയ് സംഭവിക്കും. ടൈം ഷോട്ടൊക്കെ വന്നാൽ കണ്ടല്ലേ, അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പം നമ്മളവർക്ക് ഈ 3 കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം. അതിൻ്റെ അകത്ത് എല്ലാം ഇടിവിട്ട് കുഞ്ഞുങ്ങളാണ്. നല്ല ചുവന്ന് തൊടുത്ത് മിടുക്കന്മാരായിട്ട് 2 ആൺപിള്ളേരും ഒരു പെങ്കൊച്ചു. അടിപൊളി, സൂപ്പർ. അതിങ്ങളിങ്ങനെ മാറിക്കോയി 4-5 ആൾക്കാർ കൂടിയാണ് എൻ്റെ അടുത്ത് കയറി സാക്ഷ്യം പറയണത്. ആ കാഴ്ച ഇതിനെ കാണാൻ അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത്. അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷീസ് എ ഫെയ്ത്ത്ഫുൾ. നമുക്ക് വിശ്വാസികളെ കാണും പറയാമല്ലോ. അവരാണ് അപ്പം ജനിച്ചത് കൊണ്ട് അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായി, അപ്പം ക്രിസ്ത്യാനിയായെന്നല്ല. ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടായിരിക്കും അവർ വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷെ അവിടെ വർത്തമാനം അറിയാൻ പറ്റും ഇവർ പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന്, ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും. അവർ ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണ്. എന്താണ്? കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും. അതാണ് സംഭവം. അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറയണത്. കുഞ്ഞിനെ തന്നത് ദൈവത്തിന് നന്ദി, പക്ഷെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ വിശ്വാസം നിലനിൽക്കുകയും കർത്താവിനെ ഏകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കൈയടി ഒരുമിച്ച് പാടുക. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടും ഞാൻ എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവ സന്ദർശനം ഉറപ്പ് വരുത്തുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത്. ഇത് അമേരിക്കയിലും ലൂർദിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒന്നുമല്ല, ഇത് നിങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി കയറി പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം നമ്മൾക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുഴുവനും മനസ്സുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ തൊട്ട് നോക്കി രുചി നോക്കാൻ വരുമ്പോഴാണ് മിക്കവാറും ഉള്ള നാക്കൂടി പൊള്ളിപ്പോണത്. നിങ്ങൾ രുചി നോക്കാൻ വേണ്ടി വരുമല്ലോ ചിലർക്ക്, ഉടമ്പടി എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരും. അങ്ങനെയല്ല, നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരണമല്ല, നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തെ നമ്മൾ വിശ്വസിക്കണം. അത് നമുക്കുള്ള അടയാളമാണ്. 10,000 ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ. അത് നമ്മൾ വിശ്വസിച്ചത് നമുക്കുള്ള അടയാളമാണ്. അപ്പം നിങ്ങളിനി നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടിയെ വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടത്തില്ല.
നേരത്തെ ഉള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ. ആ ഉടമ്പടി തന്നെ നിങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക മാത്രമല്ല, ഉടമ്പടി ജീവിക്കുകയും ചെയ്യണം. ചില ആൾക്കാർ വരട്ടെ, ഉടമ്പടി പുതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം, ഉടമ്പടി അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരണ വിഷയം വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറക്കത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല, പത്രമൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ പോയി കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല, ചെയ്യാവേ വരട്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയണ, നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങും. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ പത്രമോ പ്രേക്ഷിത പ്രവർത്തനമോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവർത്തികളോ എന്തുമാത്രം താമസിക്കുന്നോ അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ദൈവത്തിനെ വേദപാഠം പഠിപ്പിക്കാൻ വരരുത്. അത് നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മുടിഞ്ഞിരിക്കണത്. കാര്യം ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴും വരട്ടെ അടയാളം കാണാൻ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ലേ ഉടമ്പടി കാണിക്കണത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കുഴിച്ച് സ്വന്തം കുഴി കുഴിക്കണേ എന്തിനാ? അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരെ ഒരു വിത്തിൻ നോ ടൈം പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യനും നോക്കരുത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഓരോ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ മകനാണ്, ധൈര്യമുള്ള ആളാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലി ആയിരിക്കണം. സുവിശേഷ വിലക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്രീഷമൊക്കെ നടത്തുന്നത്. പക്ഷെ അതിന് വേണ്ട കാറ്റഗിസം കിട്ടാത്ത കാരണം ഒപ്രീഷമ കിട്ടിയവന്മാരും കണ്ണമൃഗം പോലെ പിന്നെയും ജീവിക്കും. എന്താ കിട്ടിയെന്ന് പോലും അറിയാൻ പറ്റാതെ. ധൈര്യം എന്ന് പറയണത് സ്ഥൈര്യലേപനം കൊടുത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്കറിയാം. അത് ഇതുപോലെ വിശ്വാസം സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ഇടംബലം തിരിയാതെ ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപനത്തോടെ ലഭിക്കണത്. ഞങ്ങളത് ഊതിക്കത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി. പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനമായി. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റു കഴിഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരീകരിച്ചു. ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. പാർവതിയുടെ ഒരു ദൈവാനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം. പാർവതി ഞങ്ങളെല്ലാവരും സ്പർശിച്ച ഒരു സംഭവം. പാർവതി ഉടമ്പടി അവസാനം പാർവതി തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യാം. അവൾക്കറിയാമായിരുന്നു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് അവൾ കുറച്ച് സമയമെടുത്തു, കുറച്ച് മെഡിറ്റേറ്റീവ് ടൈം എടുത്തു. കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എടി മോളെ, നിൻ്റെതല്ലേ കാര്യം, അപ്പം നീ ഇത് കൂടി ഉടമ്പടി എടുക്കണം, മാതാവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മ ചെയ്യണ കാര്യമൊക്കെ പാർവതി കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയും ചെയ്യണ്ടേ. അപ്പം അതിനൊരു മനസ്സൊരുക്കം വേണം. അതിന് വരട്ടെ, ഞാനും ഓക്കെ ആകുമ്പോൾ ഞാനും അങ്ങനെ അവളെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൾ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ അവൾ അമ്മയോട് തോന്നിട്ട് അവൾ പണ്ട് ദൈവം അവളെ രക്ഷിക്കാനുള്ള ചരട് മർമ്മം അവളുടെ ജീവിതത്തിൽ പണ്ട് പോലെ ദൈവം അവളെ പരിപാലിക്കുന്നുണ്ട്. അവളുടെ മനസ്സാക്ഷി നല്ലതുകൊണ്ടായിരിക്കും. അവൾ പഠിക്കുന്ന കാലത്ത് ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജാണ് എടുത്തത്. ഇഷ്ടപ്പെട്ടെടുത്തതല്ല, അത് കിട്ടിക്കൊണ്ട് എടുത്തതാണ്. പക്ഷേ ദൈവം അത് കൊടുത്തതാണ്. അപ്പോൾ അവൾക്കൊരു ഇപ്പോൾ ഒരു ചിന്ത വന്ന് ഫ്രാൻസ് കുറച്ച് അറിയാമല്ലോ, ഫ്രാൻസിൽ പോകാൻ വേണ്ടി അമ്മയോട് പറയാം.
അപ്പോൾ പക്ഷേ പോകാൻ പറ്റത്തില്ല, 26 ലക്ഷം രൂപ വേണം. 26 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പോണേ? നമുക്ക് അപ്പനും ഇല്ല, കാശും ഇല്ല. നിത്യനിവൃത്തിക്ക് വേണ്ടി അവൾ പഠിത്തവും നിർത്തിയിട്ട് അവളും എങ്ങോട്ട് ഒരു ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ ഇങ്ങനെ 26 ലക്ഷം രൂപ കിട്ടത്തില്ല. പക്ഷെ അപ്പോഴും അവൾ മനസ്സിൽ പറയും, അമ്മ തരൂ, അമ്മക്കുണ്ട്, അമ്മയുടെ കാശുണ്ട്, അമ്മ തരൂ. അപ്പോൾ അമ്മ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ വന്ന് ഉടമ്പെടുക്കും. ഉടമ്പെടുത്തിട്ട് പറയും, ഒരു കാര്യം എനിക്ക് ഫ്രാൻസിൽ പോകണമെന്ന് എഴുതും, പിന്നെ ഒന്നും എഴുതത്തില്ല. പിന്നെ എഴുതാതെ പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കാണണമെന്ന് എഴുതും. പിന്നെ എഴുതും, അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് എഴുതും. ഇത് പറഞ്ഞ് നമുക്ക് കരഞ്ഞു വിചാരിക്കാം. അവൾ ആ 5 സാധനം എഴുതി വെച്ചിരിക്കുന്നത്, അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ജീവിക്കണം. ഇതാണ് ദൈവസ്നേഹമെന്ന് പറയണത്. 6 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത്. അവൾ ഉടമ്പടി ചെയ്ത ഒരൊറ്റ ഉടമ്പടിയാണ് ഒരു വല്ലാത്ത ഉടമ്പടിയായി പോയത്. സത്യസന്ധമായിട്ട് ചെയ്യണമല്ലേ. വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മ ഉടനെ ഉടമ്പടി അന്ന് തന്നെ എടുത്ത്, അമ്മയ്ക്ക് സമയം അധികമില്ലല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് ഫ്രാൻസിൽ പോകാനുള്ള സെറ്റിൽമെൻ്റ് ആക്കി. അപ്പോൾ എന്താ പറ്റിയത്? 26,000 രൂപ വേണം. 26,000 രൂപ എവിടെ നിന്ന് കിട്ടും? 26,000 രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ അമ്മ, ഈ പാർവതിയുടെ അമ്മ, അവർ ഉടമ്പടി എടുത്ത് മാതാവുമായിട്ട് ലിങ്കിങ് ഉള്ള ആളാണ്. ഇവരൊക്കെ ലിങ്കിങ് ഉള്ള അവരുടെ അമ്മ പറയും, 26,000 രൂപ നിൻ്റെ മാനേജറിനോട് ചോദിക്കാൻ പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മാതാവിനോട് പറയുന്നുണ്ട്, മാനേജർ ചോദിക്കാം. അവൾ ബാങ്കിൽ എന്തോ ഒരു 1 ഡേ പരിപാടിക്ക് ഈ നമ്മൾ ചില ക്ലർക്ക് പണിക്ക് പോകത്തില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥയല്ല, പുറത്തുള്ള പണി ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർവതി പറയും, മാനേജർ നമ്മൾ ഇന്നലെയാണ് അവിടെ, കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഈ ജോലിക്ക് പോയത്. ഇപ്പോൾ 26,000 രൂപയുടെ ലോൺ ചോദിച്ചാൽ അയാൾ അങ്ങനെ വസ്തു ചോദിക്കത്തില്ലേ. നമുക്ക് വസ്തു അതിനകത്ത് വഴിയില്ലാത്ത കാരണം വിലയില്ല, എല്ലാവർക്കും വിലയില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വസ്തു തള്ളിക്കളയും. അപ്പോൾ അത് വിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെ ബാങ്കുകാർ എടുക്കണം 26 ലക്ഷം രൂപയ്ക്ക്? അപ്പോൾ അമ്മ പറയും, നീ ചോദിക്കുക, നമ്മൾ മാതാവിനും ഒപ്പിച്ചല്ല ചെയ്യണത്, വേറെ ആരെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യണം, നീ ചോദിക്കുമെന്ന് പറയും. ഉടനെ പാർവതി പോയി ബാങ്ക് മാനേജരോട് ചോദിക്കും. ബാങ്ക് മാനേജർ ചോദിക്കാൻ വേണ്ടി വീട്ടിലെ ഈ പഴയ പ്രമാണം എടുത്ത്, വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇടിയും വെട്ടി മഴ പെയ്യുന്നതോടുകൂടി ഇവൾ അവിടെ അടുത്ത കണ്ട ഒരു ചാപ്പലിലേക്ക് ഓടിക്കയറും, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. നല്ല കാറ്റും മഴയുമാണ്. അപ്പോഴാണ് ഒരു സംഭവം വരുന്നു, ഒരു പ്രത്യേക തുമ്പി വരും. ഇങ്ങനെ പറഞ്ഞത്, ഇവളിങ്ങനെ വല്ലാണ്ട് ഈ മഴയത്ത് തുമ്പിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു തുമ്പി, മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തുമ്പി. പിന്നെ കാറ്റും മഴയും നിരക്കും. ഉടനെ ഇവൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ തുമ്പി ഇവളുടെ കൂടെ പോവും. ഇവൾ മാനേജറിനെ കാണുമ്പോൾ തുമ്പി മാനേജറിൻ്റെ അടുത്തിരിക്കും. ഒരു കാര്യം നമ്മുടെ കഥ കണ്ടില്ലേ? ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇവൾ ചോദിക്കും, സാറേ എനിക്ക് ഫ്രാൻസിൽ പോകണം, 26 ലക്ഷം രൂപ വേണമെന്ന് പറയും. അപ്പോൾ മാനേജർ പറയും, അതിനെന്താ, ആ പ്രമാണം കേട്ട് നമുക്ക് നാളെ സെറ്റാക്കാമെന്ന് പറയും. നാളെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഈ തുമ്പി അവിടെ ഇരിക്കുക. അതായത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണം, എന്താണ് വായിച്ചേ? അതായത് കർത്താവിൻ്റെ വചനത്തിൽ അതിശക്തമായൊരു വചനം, അതായത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ, പുറപ്പാട് 23, ഉടമ്പടിയിലുള്ളതാണ് ദൂതൻ. പുറപ്പാട് 23:20. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. ഒന്ന് പറഞ്ഞ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ദൂതൻ വഴി മോണിറ്റർ ചെയ്യും. ഭയങ്കര മോണിറ്ററിങ്ങാ. അപ്പോൾ അതായത് നമ്മൾ ബൈബിൾ കാലത്ത് മാത്രം കേട്ടിരിക്കണതും ബൈബിൾ കാലത്ത് ഉരുകാനിരുന്ന സംഭവങ്ങൾ ഇന്നത്തെ വിശ്വാസി ഉരുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഉരുകണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുമ്പോഴേ വെള്ളം തിളക്കത്തുള്ളൂ അല്ലേ? വെള്ളി തിളക്കണമെങ്കിൽ 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. അതുപോലെ ഗ്ലാസ്, നമ്മുടെ ഈ ചെറിയ ഗ്ലാസ്സില്ലേ, നമ്മുടെ ഇതുപോലെ, അതായത് ലിക്വിഡ് വാട്ടറൊക്കെ സൂക്ഷിക്കുന്ന മൈന്യൂട്ട് ഗ്ലാസ്സില്ലേ, അത്തരം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ
3800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം ആ മണ്ണ് തിളച്ച ഗ്ലാസ് ആകണമെങ്കിൽ. അപ്പോൾ ഓരോ മൂലകത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൂട് വേണം. ബൈബിൾ കാലത്ത് മാത്രം ഉരുകിയിരുന്ന പല മൂലകങ്ങളും പല ദൈവത്തിൻ്റെ പദ്ധതികളും ഇന്നത്തെ മനുഷ്യൻ അതിൻ്റെ അകത്ത് ആവശ്യമായ ചൂട്, വിശ്വാസത്തിൻ്റെ ചൂട്, പ്രത്യാശയുടെ ചൂട്, അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ശരിക്കും ദൈവം ഉയർത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അർഹമായ വിശ്വാസം ആരോപിച്ചുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ഓരോ വചനത്തെയും ആക്ടിവേറ്റ് ആക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികടെ ഹല്ലേലൂയ. മുന്നേറിക്കൊണ്ട് വചനത്തെ മാംസമാക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഈ ഉടമ്പടിയുടെ ഭാഗം തന്നെയാണ് ഈ സഞ്ചാരം എന്ന് പറയണത്. നമ്മൾ കണ്ടില്ലേ, ലെവയ 26:9 എന്താ പറഞ്ഞത്? നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അതിനോട് പണ്ട് ചേർത്ത് വായിക്കുന്നതാണ് ലേവ്യർ 26:11. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ലേവ്യർ 26:12. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. സഞ്ചാരം എന്നുള്ളത് ഉടമ്പടിയുടെ ഭാഗമാണ്. അമ്മയായാലും അമ്മയുടെ ദൂതനായാലും ഇതുപോലെ ഉടമ്പടി പ്രകാരമാണ് സഞ്ചരിക്കണത്. നമ്മൾ സഞ്ചാരി മാതാവെന്ന് ആൾക്കാരെ വെറുതെ പറയണമല്ല, അതുപോലെ വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന. അതായത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതം അനപേക്ഷണീയമായിട്ട് സത്യസന്ധമാക്കിയാൽ തീർച്ചയായിട്ടും ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും, അതായത് ദൂതനെ അയക്കുക, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുക, അതെല്ലാം ദൈവം കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കും അവകാശമാക്കാൻ ആവശ്യമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മളെ നയിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഉടമ്പടിയിലൂടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. എല്ലാവരും നിൽക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവിന് ഏറെ നമ്മളോട് ഈശോ സംസാരിച്ച വലിയ ദിവസമാണ്. ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചു, ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസിൽ വെച്ചുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിലുള്ളവരും ഇവിടെ ആയിരിക്കുന്ന ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസിലും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിനായി മാതാവിൻ്റെ മാധ്യ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ ആരാധന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അപ്പാ, സ്വർഗീയ പിതാവേ,
അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമൂഹത്തിലെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലും ജീവിതത്തിലും അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ ആഴപ്പെടുത്താറുന്ന വലിയ കരങ്ങൾ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തൊടുവിക്കാൻ ഇടയാക്കിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ചവി രോഗം ഉൾപ്പെടെ എല്ലാവിധ മാറാത്ത രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം എല്ലാ കോശങ്ങളിലും പേശികളിലും പടരട്ടെ. മാർഗരോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ശിരസിൻ്റെ രോഗങ്ങൾ, ശിസ്തുരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, തലവാദ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ബ്ലോക്ക് രോഗങ്ങൾ, ശിസ്തുരോഗങ്ങൾ എല്ലാ യേശുവിൻ്റെ നാമത്തിൽ, പിസ്തുടി രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, മുഴയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിരവേദികൾ തീർന്നു പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുനാമം ഈ ആരാധനയോട് മഹത്വപ്പെടുവാൻ ഈശ്വേ നന്ദി, ഈശ്വ ആരാധന, ദേവിതാവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ഉടമ്പടി പ്രകാരം 10,000-കണക്കിന് സാക്ഷ്യങ്ങളാൽ ഇപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, കേസിലായിപ്പോയവർ, കോടതിയിലായിപ്പോയവർ, ജയിലിലായിപ്പോയവർ, ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടു പോയവർ, മാനസിക രോഗികൾ, തകർന്നുപോയ കുടുംബങ്ങൾ, അതുപോലെ തന്നെ കുടുംബ കേസുകൾ, കുടുംബ കോടതി കിടക്കുന്ന കേസുകൾ, വിദ്യാർത്ഥികളുടെ പഠനങ്ങൾ, പഠന തകർച്ചകൾ, പരീക്ഷ എഴുതുന്ന മക്കൾ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിട്ടിരിക്കുന്നവർ, മക്കൾ ഇല്ലാത്തവർ, പലതരത്തിലുള്ള കേസുകളിലും അതിർത്തി തർക്കങ്ങളിലും താമസിക്കുന്നവർ, പറമ്പില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജീവിക്കാൻ അതുപോലെ തന്നെ തൊഴിലെടുക്കാനുള്ള വാഹനങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തവർ, അങ്ങനെ പല പല വിഷയങ്ങൾക്ക് വേണ്ടി ഉദ്യമിച്ചു കൊടുക്കുന്ന ഓരോ സംരംഭങ്ങളും കർത്താവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഇടിമുഴക്കം ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ടനിന്ന് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ടനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഉടമ്പടിയെ ദൈവപിതാവേ ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഉടമ്പടിയെ നീ ഉറപ്പിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷ നാളെ മുതൽ ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ മൗനമായി 1000-ഓളം മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെ ഹോൾ ടിക്കറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ തുടരുകയാണ്. ഇനി SLC +1 +2കാർക്കും പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാവുന്നതാണ്. അപ്പോൾ അവർ കൈ കരുതേണ്ട സംഭവം, SLCക്കാരിന് വരേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി പരീക്ഷയിലായിരിക്കുകയാണ്. കാര്യം അവർ പരീക്ഷ തുടങ്ങുമല്ലോ നാളെ. കാരണം കുഞ്ഞുങ്ങളിനി പരീക്ഷ പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് അച്ഛൻ പറഞ്ഞതും ഒരു ഔചിത്യക്കുറവുണ്ട് അതിൻ്റെ അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അമ്മമാർ ഉടമ്പടിയെടുത്തവർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ടിന്യൂ ചെയ്യിച്ചാൽ മതി. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വരാൻ കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ട ചീട്ട്, ഉടമ്പടി എടുത്തതിൻ്റെ ചീട്ട്, ഉടമ്പടി എടുത്തതിൻ്റെ പേപ്പർ ഉണ്ടാകണം, ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം, ഉടമ്പടി എടുത്ത ആളുണ്ടാകണം, പിന്നെ പ്രാർത്ഥിക്കാനുള്ള കുഞ്ഞുണ്ടാകണം. +1കാർക്കും +2കാർക്കൊക്കെ വരാം. പിന്നെ ഡിഗ്രി പരീക്ഷയൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് വരാം. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പരീക്ഷയ്ക്ക് വരുന്ന ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ ഉടമ്പടി പ്രകാരം എന്താണോ ആരുടെ ഉടമ്പടിയും കൊണ്ടാണ് വരണത്. കാരണം വീട്ടിലുള്ള ഉടമ്പടിയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ല, അയലത്തിനടുത്ത് പോയി ഇരവ് മേടിച്ചിട്ട് വരരുത്. കാര്യം എല്ലാം ഓഫീസിൽ പിടിക്കും. അപ്പോൾ വീട്ടിലെടുത്ത് അമ്മ എടുത്ത ഉടമ്പടി അല്ലെങ്കിൽ അപ്പനെടുത്ത ഉടമ്പടി കൊണ്ടാണ് വരേണ്ടത്. അത് അവർ വരുമ്പോൾ അപ്പനും അമ്മയും ഉടമ്പടി ചെയ്തപ്പോൾ എടുത്ത ഉത്തരവാദിത്തങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിക്കാൻ മാതാപിതാക്കന്മാർ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ മക്കളെ കൊണ്ടുവന്നാൽ മതി ഇവിടെ. കാരണം ഇവിടെ അതൊന്നും ചോദിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് പരീക്ഷ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ കൊണ്ട് വരരുത്. ഹോൾ ടിക്കറ്റ് വന്നാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഇനി ഹോൾ ടിക്കറ്റ് വന്ന് അവിടെ നിങ്ങൾ ഓഫീസിൽ കിടന്ന് നിലവിളിച്ച് ഓപ്പിട്ട് നാളെ ഹോൾ ടിക്കറ്റ് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇവിടെ വരും. ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞു വിടുമായിരുന്നു, ഹോൾ ടിക്കറ്റ് ഇവിടെ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. ആദ്യം നിങ്ങൾ നീലച്ചീട്ട് തരും, അതാ പരീക്ഷ ചീട്ടെന്ന് പറയണത്. കഴിയുമ്പോൾ കാശ് രൂപ തരും. ഹോൾ ടിക്കറ്റ് വാങ്ങിക്കും, മാതാവിനെ സമർപ്പിക്കും, സൈത്ത് പൂശി പ്രാർത്ഥിക്കും. അങ്ങനെ 3 ഘട്ട പ്രാർത്ഥനയുണ്ട് പരീക്ഷയ്ക്ക്. ശേഷം തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഹോൾ ടിക്കറ്റ് തരുമ്പോഴാണ് നിങ്ങൾക്ക് തന്ന നീലച്ചീട്ട് തിരിച്ച് വാങ്ങിക്കണത്. അമ്മയ്ക്കൊരു ഭവനം എൻ്റെ സ്വന്തം പ്രാർത്ഥന മധ്യ പ്രോജക്റ്റ് തീർന്നിരിക്കണം നിങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അവിടെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഭംഗിയായിട്ട് പരിസരങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള സഹായം നൽകാവുന്നതാണ്. അതിന് 94 47 69 68 15 വിളിക്കേണ്ടത്. വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഉടമ്പടി ഉണ്ടായിരിക്കുന്നതല്ല. വെള്ളിയാഴ്ച ഉടമ്പടി ഉണ്ടാകും, 7 മണിക്കല്ല 10 മണിക്ക്. ശനിയാഴ്ച അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉടമ്പടി ഉണ്ടായിരിക്കത്തില്ല.
ശനിയാഴ്ച ഉടമ്പടി ഉണ്ടാവും. അത് വെളുപ്പിനെ അല്ല, പിന്നെ 10 മണിയാകുമ്പോൾ. ചിലപ്പോൾ ഒരു ബാച്ചാ മാറ്റിയെടുക്കും. കഴിഞ്ഞ കൊല്ലം 350 പേരുണ്ടായിരുന്നു ദുഃഖ ശനിയാഴ്ച. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം. കാര്യം ഈ ലീവിനൊക്കെ വന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇതിനു വേണ്ടി മാത്രം വന്ന ആൾക്കാരുണ്ടാവും. അവർ തിങ്കളാഴ്ച തിരിച്ച് വിദേശത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയുള്ള കാര്യങ്ങൾ. സന്തോഷമായിരിക്കുക, ഉടമ്പടി ഭംഗിയായിട്ട് ചെയ്താൽ മതി. കർത്താവിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉടമ്പടി സ്ഥിരീകരിക്കണമേ, എൻ്റെ ഉടമ്പടി ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു. സന്തോഷമായിരിക്കുക.